എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ അഖില സണ്ണി, കൃഷ്ണ സിവിങ് സൊല്യൂഷനിൽ നിന്ന്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് മിഷൻ എംബ്രോയിഡറി ട്യൂട്ടോറിയൽസ്, ബിസിനസ് ടിപ്സ്, വീഡിയോസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ ടോപ്പിക് ലേസർ ഡിവൈസ് ആണ്. എന്തിനാണ് നമ്മുടെ ചാനൽ ലേസർ ഡിവൈസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് വിചാരിച്ചോ? നമ്മുടെ എംബ്രോയിഡറി മെഷീനിലും ലേസർ ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ ലേസർ ഡിവൈസ് എംബ്രോയിഡറി മെഷീൻ്റെ ഫ്രീ ആക്സസറീസിൻ്റെ കൂടെ കിട്ടുന്നതല്ല, ഓപ്ഷണൽ ആഡ് ഓൺ ഡിവൈസ് ആണ്. ലേസർ ഡിവൈസ് കോമ്പൗണ്ട്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ മാഗ്നറ്റിക് പാർട്ട് മെഷീനിൽ ഡിവൈസിനെ ഘടിപ്പിക്കാൻ ഉപകരിക്കുന്നു. രണ്ടാമതായി കണക്റ്റീവ് കേബിൾ ലേസർ ഡിവൈസിനെ മെഷീനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപകരിക്കുന്നു. മൂന്നാമതായി ലേസർ ലൈറ്റ് വർക്ക് ഏരിയനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലേസർ ഡിവൈസ് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ PV സീരീസ് മെഷീനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റുക്കോമയുടെ ചില മോഡലുകളിൽ ലേസർ ഡിവൈസിന് ഓൺ ഓഫ് ബട്ടണുകളുണ്ട്. ഒന്നാമത്തെ നീഡിൽ കൊണ്ട് നമുക്ക് വർക്ക് ഏരിയ സ്കാൻ ചെയ്യാവുന്നതാണ്. എന്നാൽ ഒന്നാമത്തെ നീഡിലിൽ കോഡിംഗ് ഡിവൈസ് അല്ലെങ്കിൽ സീക്വൻസ് ഡിവൈസ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ഡിസൈൻ ഏരിയ സ്കാൻ ചെയ്യാനാവില്ല. ഈ സാഹചര്യത്തിൽ ലേസർ ഡിവൈസ് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ എല്ലാവരും കണ്ടുവല്ലോ ലേസർ ഡിവൈസ് നമ്മുടെ എംബ്രോയിഡറി മെഷീനിൽ എങ്ങനെ ഉപകരിക്കുന്നു എന്നുള്ളത്. ഞങ്ങളുടെ വീഡിയോസ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും പുതിയ വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.